എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ എടുത്തു കൊടുക്കുന്നവർ, അതിനകത്തൊക്കെ ചില നിയമങ്ങളുണ്ട്. ഇതൊക്കെ ഒളിച്ചു പാത്ത് ആരെങ്കിലും പറയോ? എവിടെ പറയാ അല്ലേ? അല്ലാഹു അഅലം. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം എന്റേതാ നിന്റേതാണെന്ന് പറഞ്ഞ് തർക്കം കൂടിയിട്ട് അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി. ഭരണാധികാരി ഇത് കേട്ടപ്പോ കണ്ണും തള്ളിയിരിക്ക, പടച്ചോനെ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ അല്ലാ. ഇപ്പത്തെ ജഡ്ജിമാര് കണ്ണു തള്ളിയിരിക്ക, ഇവ മനുഷ്യനാണോ അതോ മൃഗമാണോ? ചിന്തിക്കണം. എങ്ങനെ സ്വന്തം കൂടപ്പുറപ്പിന് പോലും ഒരു സെന്റ് കൊടുക്കാത്തവൻ, കയറി പോകണ്ടടാ, വണ്ടി കയറി പോകാൻ വഴി ചോദിച്ചാൽ പോലും കൊടുക്കാത്തവൻ. എടാ, എത്ര ഏക്കർ വസ്തുവുള്ളവനാണെങ്കിലും കുടുംബ വസ്തുവിന്റെ അളവ് വെക്കുന്ന സമയത്ത് കാണണം, പടച്ചവനെ, ഏക്കർ കണക്കിനുണ്ടാകും. എന്തിനാ ഇവനെന്നറിയില്ല. അവരും വരും കുടുംബത്തിന്റെ വസ്തു പകിതം വെക്കുമ്പോ എനിക്ക് വേണം പൈസ വേണമെന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്തു. ഇത് വെറുതെ പറഞ്ഞല്ല, ഇമാം ബുഖാരി തങ്ങൾ, ബുഖാരി സഹീഹുൽ ബുഖാരിയിലുള്ള ചരിത്രമാണ്. അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി അത്ഭുതമായി, എന്തു മനുഷ്യരല്ല ഇത്. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് മകനുണ്ടോ? മകനുണ്ട്. നിങ്ങൾക്കും മകളുണ്ടോ? മകളുണ്ട്. എന്നാൽ നിന്റെ മകന് നിന്റെ മകളെ കെട്ടിച്ചുകൊട്, എന്നിട്ട് ആ സമ്പാദ്യം അവർക്ക് കൊട്, സദക്കയുടെ കൂലിയുണ്ടെന്ന് വിധിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മകള് ഇവന്റെ മകന് കെട്ടിച്ചോട്. വീട് വിറ്റവൻ വീട് കൊടുത്തവനും രണ്ടുപേരും നിന്റെ മകന് ഇവന്റെ മകളെ കൊണ്ട് വിവാഹം കഴിച്ചിട്ട് ഈ കിട്ടിയ ഭരണി ഇവർക്ക് രണ്ടുപേർക്കും ചെലവഴിക്ക്, സദക്കയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, സത്യസന്ധത തനിക്കർഹതമല്ലാത്തത്. സത്യസന്ധതയുടെ ചരിത്രമാണ് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾക്കില്ലാതെ പോയതും ആ ഒരു ഗുണമാണ്. ആ സത്യസന്ധത എന്ന് പറയുന്ന ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ. പടച്ചവനെ, ആ മനുഷ്യന്റെ സത്യസന്ധതയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.